ഓ, അമ്പലം അടിപൊളിയാക്കിയല്ലോ. ആ അതെ. ഓ, പഴയ ആൾക്കാരായാലും കാണുമായിരിക്കും അല്ലേ? മടയാണല്ലോടാ. ആ ഗാനമേള തുടങ്ങാൻ പോവാന്ന് തോന്നുന്നു. ആ ഇനിമ അമ്പലത്തിൽ കയറിയിട്ട് വരാം. വാ. ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? എടി നിനക്കറിയാലോ, ഓർമ്മ വെച്ച കാലം മുതൽ അവനുമായിട്ട് ഉടക്കാന്ന്, പ്രത്യേകിച്ച് നിന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാത്തെ. ഓ, നീ ഇവിടെ മുറുക്കാനും ഉണ്ടായിക്കൊണ്ട് നിന്നു. നിന്റെ പെണ്ണുമായിട്ട് മറ്റവൻ സൊള്ളുന്നുണ്ട്. ആരാന്നോ? അവിടെ ഉറപ്പാണോ? വിളിക്കൂലോ അല്ലേ? ആ ഞാൻ വിളിച്ചോളാം. നിന്നോട് പറഞ്ഞിട്ടില്ലേ അത് നീയാണോ തീരുമാനിക്കുന്നേ? നീയൊക്കെയാണോ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ വരെ ഏറ്റെടുത്തിരിക്കുന്നത്? കാര്യം ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കാര്യം അവന് ഈ നാട്ടുകാരൻ തന്നെയാടാ. ഇവൻ ജനിച്ചത് ഇവിടെ ആയിരിക്കും, പക്ഷെ അവന് ജനിപ്പിച്ചവൻ ഈ നാട്ടുകാരാണോടാ? നിനക്ക് ഉറപ്പുണ്ടോ? നീ ആദ്യം വന്നിട്ട് തന്തേരാൻ തെളിച്ചിട്ട് പോടാ. തെളിയിക്കൂടാ. ഈ നാട്ടുകാരനാണ് എന്റെ തന്താന്ന് ഞാൻ തെളിയിക്കും. തെളിയിച്ചിട്ടേ പോളൂ. കേട്ടോടാ. എന്നാ പോയി തെളിച്ചിട്ട് പോടാ. നോയിട്ടാ മോനെ. ഒരു നാട്ടുകാരൻ മറ്റേ എന്താ ഒച്ച കേട്ടെ? എന്താ മോനെ? എന്താ എന്താ നിനക്ക് പറ്റിയത്? പറ്റിയത് നിങ്ങൾ കാരണം പറ്റിയത്. ഈ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന തന്തയില്ലാത്തവന്ന് മോനെ. അന്നൊക്കെ ഓരോ കാറും പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറി. ഇപ്പം ഈ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എനിക്ക്. ഇനിയെങ്കിലും പറ എൻ്റെ അച്ഛൻ ആരാന്ന്. അത് പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. പറയാനാ പറഞ്ഞത്. ഇനിയെങ്കിലും പറ, ആരാ നിങ്ങളെ പിഴപ്പിച്ചത്? മോനെ പോകല്ലേ, മോനെ പോകല്ലേ. നീ നിങ്ങൾ ചത്ത ശവം കാണാൻ പോലും ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല. ഓർത്തോ? നിക്കടാ അവിടെ. അമ്മേ അമ്മേ എന്നെ പറ്റി? അമ്മേ എഴുതേക്കമ്മേ.
അമ്മേ മോൻ എഴുന്നേക്കമ്മേ മോൻ അമ്മേ ആ ഓക്കെ ശരി. അർജുൻ ഇപ്പോൾ ഇറങ്ങും. ഞങ്ങൾ ഇപ്പോൾ ഉടനെ എത്തിയേക്കാം. പാർട്ടിയോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ. സുധി, പോകാം. ആ പോവാം. പോവാം. നീ എന്തിനാ സ്കൂളിൽ കയറണമെന്ന് പറഞ്ഞേ? ആ HM ഒന്ന് കാണണം. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ വന്നിട്ട് ഞാൻ പറയാടാ. അപ്പോ നമ്മളിന്ന് എന്തിനെ കുറിച്ചാ പഠിക്കാൻ പോകുന്നേ? ആക്സിഡന്റിനെ കുറിച്ച്. ഓക്കെ, എന്തുകൊണ്ടാണ് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവുന്നേ? ശ്രദ്ധയില്ലായ്മ, ഓവർ സ്പീഡ്, അല്ലേ? അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സേഫ് ജേർണി, എങ്ങനെ സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പോകാം. ഓക്കെ, സേഫ് ജേർണി. ടീച്ചറെ, എന്താ സർ? അർജുനെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അർജുൻ, സാറിൻ്റെ കൂടെ ചെല്ലും മോനെ. ആന്റണി, കുട്ടികളാകുമ്പോൾ ഈ പ്രായത്തിൽ വഴക്കും കുസൃതികളൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് അപ്പോൾ തന്നെ ടീസ് കൊടുത്ത് പറഞ്ഞു വിടുവാണ് ചെയ്യണത്. ടീച്ചർ നോക്ക്, ഇവൻ്റെ നെറ്റിൽ 2 സ്റ്റിച്ചാ. ഇതിനെയൊക്കെയാണോ കുസൃതി എന്ന് പറയുന്നത്? അതാ ഞാൻ പറഞ്ഞ ഈ പിള്ളേരൊക്കെ ടീസ് കൊടുത്ത് പറഞ്ഞുവിടാൻ. ആ കയറി വരൂ. അർജുൻ, നീ എന്തിനാ ജെയ്സന്റെ തല കല്ലെറിഞ്ഞു പൊട്ടിച്ചേ? അർജുൻ, ചോദിച്ച കേട്ടില്ലേ? പറ അർജുൻ. അവൻ ഇന്നലെ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കിയിട്ടാ. കളിയാക്കി ഉടനെ കല്ലെടുത്തെറിയാ ചെയ്യേണ്ടത്? അവന്റെ തല കണ്ടോ നീ? ഇനി എന്തെങ്കിലും പറയാതെ നിന്നെക്കുറിച്ച് കിട്ടിയ നിന്റെ അമ്മയെ വിളിച്ചു വരുത്തി ടീസ് എന്ന് പറഞ്ഞുവിടും. പറഞ്ഞത് കേട്ടല്ലോ. ക്ലാസ്സിൽ പോകൂ. പോവാം. ആ, സാറിനെ കണ്ടോടാ? ആ ഹായ്, ഹലോ ജെന്റിൽമാൻ. ഹായ്, പ്ലീസ് സാർ. പറയൂ സാർ,
എന്ത് പാക്കേജായിരുന്നു? എൻ്റെ പേര് തോമസ്. ഇവിടെ അടുത്താണ് താമസം. US സെറ്റിൽഡ് ആണ്. അപ്പോൾ ഞാനും ഫ്രണ്ട്സ് ഒരു 20 പേരും വരും. ഞങ്ങൾക്ക് UK-യിലേക്കൊരു പാക്കേജിൻ്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. UK ബേസ്ഡ് കുറച്ച് അധികം പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാറിന് എന്ത് ടൈപ്പ് പാക്കേജാണ് മെയിനായിട്ട് നോക്കുന്നത്? നമുക്ക് 1 മന്തിനുള്ളിൽ മാക്സിമം ഏരിയ കവർ ചെയ്യണം. ഫണ്ട് ഒരു വിഷയമേ അല്ല. സാർ, ഇത്ര വലിയൊരു പാക്കേജ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ സാറിനോടൊന്ന് ചോദിച്ചാലേ അതിനെപ്പറ്റി പറയാൻ പറ്റൂ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ, സാർ വരുന്നുണ്ടോ? ഹലോ സാറേ, ഇപ്പോൾ എത്തുമായിരുന്നു ഓഫീസിലേക്ക്. ഒരു പാക്കേജിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നേ. ഓക്കെ സാർ ഒരു 5 മിനിറ്റിൽ വരും. എന്നാൽ സാർ അങ്ങ് ഇരുന്നു. ഓക്കേ. സാർ, ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞ ആള്. ഓക്കെ. അർജുൻ. തോമസ്. ഓക്കെ, ഇരിക്കേ. UK-യിലേക്കല്ലേ? UK-യിൽ എവിടേക്കുള്ള പാക്കേജാണ് സാർ നോക്കുന്നത്? അത് 1 മാസത്തിനുള്ളിൽ നമുക്ക് മാക്സിമം ഏരിയ കവർ ചെയ്യണം. അപ്പോൾ ശരി. ഓക്കെ. എല്ലാം പറഞ്ഞ പോലെ ഞാനെല്ലാം റെഡിയാക്കിയിട്ട് ഓഫീസിൽ നിന്ന് അറിയാം. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ കാര്യം നടക്കണം. ഓക്കെ, ബൈ. ബൈ. ശരി. ഈ അർജുൻ എന്ന് പറയുന്ന ആള് സാറാകത്തുണ്ട്. ഹായ്, സനോജ്. ഇരിക്കേ. പറയൂ സാർ. എൻ്റെ പേര് സനോജ്. ഞാൻ രവിപുരത്തു നിന്ന് വരുന്നത്. ഒരുപക്ഷെ എൻ്റെ വല്യപ്പനെ അറിയായിരിക്കും. കുറ്റിപ്പറമ്പ് വീട്ടി ഫ്രാൻസിസ്. സനോജ് വന്ന കാര്യം? എൻ്റെ വല്യപ്പൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തരാൻ വേണ്ടി ഞാൻ വന്നത്. സനോജേ, എനിക്ക് ആ നാടിനെ നാട്ടുകാരെക്കുറിച്ച് അറിയാൻ തീരെ താല്പര്യമില്ല. അതൊക്കെ ഞാൻ പണ്ട് ഉപേക്ഷിച്ച. പിന്നെ എനിക്ക് ആരുടെയും കത്ത് വായിക്കാനോ അതിന് മറുപടി തരാനും സമയമില്ല. സനോജ് ചെല്ലും. അതൊക്കെ നിങ്ങളുടെ കാര്യം. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ വല്യപ്പനെ ഏൽപ്പിച്ച ഈ കത്ത് തരാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇത് വായിക്കോ കീറിക്കളയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രിയപ്പെട്ട അർജുൻ, ഒരു പ്രധാന കാര്യം നിന്നെ അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. ഒരുപക്ഷെ എന്നെങ്കിലും നീ തിരിച്ചു വന്നാൽ ഈ കാര്യം അറിയിക്കാൻ ഞാൻ ഉണ്ടായില്ലെങ്കിലോ? മോനെ, നീ കരുതുന്നത് പോലെ ഒരു മോശം സ്ത്രീയല്ല നിന്റെ അമ്മ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ പേരിൽ ഭർത്താവ് ഉപേക്ഷിച്ച അവൾക്ക് ആരോ ഉപേക്ഷിച്ച് തെരുവിൽ നിന്നും കിട്ടിയ നീയായിരുന്നു ഏക ആശ്വാസം. നിങ്ങൾ ചത്ത ശവം കാണാൻ പോലും ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല. പക്ഷേ നിന്നിൽ നിന്നും വളരെയേറെ വിഷമങ്ങൾ അവൾക്കുണ്ടായിട്ടും ആ സത്യം ഒരിക്കലും നീ അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അത് നിന്നെ അറിയിക്കാതിരിക്കാൻ എന്നെയും അവൾ വിലക്കിയിരുന്നു. എന്നാൽ ഈ സത്യം ഇന്ന് നിന്നെ അറിയിക്കാൻ അവൾ ജീവിച്ചിരിപ്പില്ല. കഴിയുമെങ്കിൽ ഇനിയുള്ള നിന്റെ ജീവിതം നിന്റെ അമ്മയുടെ ഓർമ്മകളെ സ്നേഹിച്ചുകൊണ്ടുള്ളതാകട്ടെ. സ്നേഹത്തോടെ, ഫ്രാൻസിസ്.